ശിവഗിരി മഠത്തിനെതിരെ തുറന്ന യുദ്ധത്തിനൊരുങ്ങുകയാണ് SNDP യോഗം. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് നടന്ന മേഖലാ സമ്മേളനം. SNDPയുടെ തൃശൂർ, എറണാകുളം, പാലക്കാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന. ശിവഗിരി മഠത്തിലെ സന്യാസിമാർ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ യോഗം തയ്യാറല്ല. ഇത്തരം കാര്യങ്ങൾ, ഒന്ന് ഷർട്ട് വിവാദം, രണ്ട് ശബരിമലയിലെ യുവതീ പ്രവേശനം. ഇതാണല്ലോ മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഷർട്ട് ഊരുക എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമല്ല. ഷർട്ട് ഇട്ടുകൊണ്ടും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുമതി ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിലാണെങ്കിൽ നടപ്പിലാക്കണമെന്നാണ് അന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞത്. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിനെ SNDP യോഗം എതിർത്തു. ഈ വിവാദം ഒറ്റ ദിവസം കൊണ്ട് തീർക്കാമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ട് ഇത് വിവാദം തീർക്കാം. പിന്നെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും സച്ചിദാനന്ദ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ദൈവത്തിന് വിവേചനമൊന്നുമില്ല. യുവതികളെ പ്രവേശിപ്പിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. ഇപ്പോൾ ഓവർ ക്രൗഡഡ് ആണ്, അതുകൊണ്ട് ആ തിരക്ക് നിയന്ത്രിച്ച ശേഷം യുവതികൾക്ക് പ്രത്യേക ദർശന സമയം അനുവദിക്കുക. എന്നിട്ട് അങ്ങനെ പ്രവേശനം സാധ്യമാക്കുന്നതിൽ മഠത്തിന് എതിർപ്പൊന്നുമില്ല. മഠം അതിന് ഒപ്പമാണ്, നവോത്ഥാനത്തിനൊപ്പമാണ് ശിവഗിരി മഠം എന്നായിരുന്നു സച്ചിദാനന്ദ സ്വാമികൾ സ്വകാര്യ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം. അതിനെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്, ഹൈന്ദവ സംസ്കാരം, ഹൈന്ദവ ആചാരം ഇത് പാലിക്കുന്ന ഒരു യുവതികളും ഇങ്ങനെ ക്ഷേത്രത്തിൽ ദർശനത്തിന് മുതിരില്ല. അങ്ങനെ ശബരിമലയിൽ യുവതീ പ്രവേശനം ഒരിക്കലും അനുവദിക്കരുത് എന്ന നിലപാടാണ് SNDP യോഗത്തിനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആലോചിച്ച് നോക്കുക, ശിവഗിരി മഠം ഗുരുദേവൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാറ്റൺ എടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഓട്ടത്തിലാണ് ശിവഗിരി മഠം. ഗുരുദേവൻ സ്ഥാപിച്ചതാണ്. ഈ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സാമൂഹികമായ നവോത്ഥാനം ഉണ്ടാകുന്നതിനുമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഗുരുദേവൻ SNDP യോഗം സ്ഥാപിച്ചത്. ഗുരുദേവൻ സ്ഥാപിച്ച SNDP യോഗം തന്നെ ഗുരുദേവൻ്റെ ശിവഗിരി മഠത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നു. ഇതിനൊരു മുമ്പ് ഒരു ചെറിയ ചരിത്രമുണ്ട്. ആ ചരിത്രം കൂടി മനസ്സിലാക്കിയാലേ ഈ വേർതിരിവിൻ്റെ, അല്ലെങ്കിൽ ഈ പരസ്യ പോർവിളിയുടെ ഉള്ളടക്കം മനസ്സിലാവുകയുള്ളൂ. നമുക്കറിയാം, സ്വാമി പ്രകാശാനന്ദ ശിവഗിരി മഠത്തിൻ്റെ അധിപതിയായിരുന്ന സമയത്ത് വെള്ളാപ്പള്ളി അവിടെ കാല് കുത്തിയിട്ടില്ല. വെള്ളാപ്പള്ളി അവിടെ കാല് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ഏകദേശം 2017 വരെ ആ പ്രശ്നമുണ്ടായിരുന്നു. ശിവഗിരി മഠവുമായി അടുക്കുന്നതോടുകൂടി താൻ ഇരട്ടച്ചങ്കനാകും എന്നൊക്കെ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ശിവഗിരി മഠത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നല്ല ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പകൽ പോലെ സത്യമാണ്. അന്ന് 4 ആളുകൾ, അതായത് വെള്ളാപ്പള്ളിയുടെ നയങ്ങളെ എതിർക്കുന്ന 4 പ്രധാനപ്പെട്ട സ്വാമിമാർ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഒന്ന് സ്വാമി പ്രകാശാനന്ദ, ഒന്ന് ശുഭകാനന്ദ, മൂന്നാമത്തെ ആൾ സ്വാമി സച്ചിദാനന്ദയാണ്. അപ്പോൾ ഈ സ്വാമി സച്ചിദാനന്ദയാണ് ഇപ്പോൾ ഭരണസമിതിയിലുള്ളത്, മഠാധിപതി. അപ്പോൾ സ്വാമി സച്ചിദാനന്ദയെ പണ്ടേ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമല്ല. സ്വാമി സച്ചിദാനന്ദയെ തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി നിരവധി കളികൾ കളിച്ചിട്ടുണ്ട്. എന്നിട്ടെന്താണ്, ഏതൊക്കെ കാര്യത്തിലാണ് ഇവർ പിണക്കമെന്ന് പറഞ്ഞു തരാം. ഒന്ന് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ പ്രകാശാനന്ദ കർക്കശ ബുദ്ധിയായിരുന്നു. പ്രത്യേകിച്ച് ശിവഗിരി മഠം അതിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശ ബുദ്ധിയോടുകൂടി തന്നെ നിന്നിരുന്നു, നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇതിന് ഘടകവിരുദ്ധമായാണ് വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങൾ. അതിനെയും ആളുകൾ ചോദ്യം ചെയ്തിരുന്നു, സമുദായ അംഗങ്ങളും ചോദ്യം ചെയ്തിരുന്നു, മറ്റ് പ്രസ്ഥാനങ്ങളും വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ശിവഗിരി മഠത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 50 ഏക്കർ സ്ഥലത്താണ് വർക്കലയിലെ SN കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അത് SN ട്രസ്റ്റിൻ്റെയാണ്. ട്രസ്റ്റിൻ്റെ അധിപതി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞപ്പോൾ 50 വർഷത്തെ പാട്ടക്കരാറാണ്. അപ്പോൾ ഈ പാട്ടക്കരാർ കഴിഞ്ഞപ്പോൾ ശിവഗിരി മഠം പറഞ്ഞു കോളേജിന് വേറെ സ്ഥലം കണ്ടെത്തണം, സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളാപ്പള്ളി അതിന് സമ്മതിച്ചില്ല. അതൊരു കേസിന് കേസും മറ്റു വഴക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. അപ്പോൾ അതും മഠവുമായി തെറ്റുന്നതിന് കാരണമായി. പിന്നീട് 2017 ശിവഗിരി തീർത്ഥാടന കാലത്തിന് തൊട്ടു മുമ്പ് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ അതായത് പ്രകാശാനന്ദയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പരാജയപ്പെടുകയും മറ്റു ചില ആളുകൾ, സ്വാമി വിശുദ്ധാനന്ദയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. സ്വാമി അപ്പോഴാണ് വെള്ളാപ്പള്ളി SNDP ഈ മഠവുമായി അടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2024-25 ആകുമ്പോൾ വീണ്ടും പരസ്യ പോർവിളിയാണ്. കാരണം എന്താണ്, ശിവഗിരി മഠത്തിൽ വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഭരണത്തിലിരിക്കുന്നത്. സ്വാമി സച്ചിദാനന്ദയെ പോലുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മഠത്തിൻ്റെ ഭരണസമിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമല്ല, തുഷാർ വെള്ളാപ്പള്ളിക്കും ഇഷ്ടമല്ല. മഠം ചെയ്യുന്ന കാര്യങ്ങൾ ഗുരുദേവൻ്റെ ഗുരുധർമ്മം എന്താണ് അതനുസരിച്ച് അത് പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക, നവോത്ഥാനം നടപ്പിലാക്കുക, നവോത്ഥാന പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുക, അതിന് പ്രേരക ശക്തിയാകുക, ചാലക ശക്തിയാകുക,
അതൊക്കെയാണ് ശിവഗിരി മഠം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ മഠം കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനും സംഘവും SNDP യോഗവും പറയുന്നത് അത് ശരിയല്ല. മഠം പറയുന്നതൊക്കെ കേൾക്കാൻ ഞങ്ങളാളല്ല, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യും, ഞങ്ങൾ എന്താണ് BJP പാളയത്തിലാണ്, ഞങ്ങളുടെ സനാതനധർമ്മം ഇതാണ്, വർണ്ണാശ്രമധർമ്മമാണ്, ഞങ്ങൾ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുകയില്ല, ഷർട്ട് ഊരിയ ക്ഷേത്രത്തിൽ കയറുകയുള്ളൂ, ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനത്തെ കാര്യത്തിൽ SNDP യോഗത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അത് സന്യാസിമാരുടെ കാഴ്ചപ്പാടല്ല എന്നൊക്കെ പറയുമ്പോൾ ശിവഗിരി മഠം മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ അല്ലെങ്കിൽ ധർമ്മത്തെ അത് എന്തിന് SNDP യോഗം, ഗുരുദേവൻ തന്നെ സ്ഥാപിച്ച SNDP യോഗം തള്ളിപ്പറയണം? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമരങ്ങളും പിന്നെ ആശയ വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിക്കുമെന്നാണ്, അവകാശ പ്രഖ്യാപന മഹാസമ്മേളനം സംഘടിപ്പിക്കുമെന്നൊക്കെയാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അപ്പോൾ തീർച്ചയായും ശിവഗിരി മഠത്തോടുള്ള തുറന്ന വെല്ലുവിളി, തുറന്ന പോർവിളിയാണ് SNDP യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കാലഘട്ടത്തിന് ശേഷം കുറേ കാലം എന്താണ് ശിവഗിരി മഠവുമായി വെള്ളാപ്പള്ളി യാതൊരു ബന്ധവും വെച്ച് പുലർത്തിയിരുന്നില്ല, അതിൻ്റെ പടി ചവിട്ടാൻ പോലും പോയിരുന്നില്ല. 2017 മഞ്ഞുരുകി ഇരട്ടച്ചങ്കരായി എന്ന് ഒക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ ഇപ്പോൾ വീണ്ടും മഠത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത സ്വാമിമാർ അവിടെ അധികാരത്തിലെത്തിയത് കൊണ്ടാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ, പുരോഗമനപരമായ കാര്യങ്ങളിൽ ശിവഗിരി മഠം സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇവർ BJPയുടെ കൂട്ടുപിടിച്ച് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സമുദായത്തിനകത്ത് തന്നെ ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. SNDP യോഗം വെള്ളാപ്പള്ളി ഹൈജാക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന സന്ദേശമാണ് പുറത്ത് സമുദായ അംഗങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും സത്യമാണ്.